വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ ഇന്നത്തേത് ഡിഗ്രി മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, നമുക്കറിയാം മെയിൻസിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കണ്ട് കൂടുതൽ മോക്ക് ടെസ്റ്റിലൂടെയൊക്കെ നമ്മൾ ശീലിക്കണം അല്ലേ. അപ്പോൾ ഇന്നത്തേത് നമ്മൾ കുറച്ചധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, എസ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ നിന്നൊക്കെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കറിയാം ഇക്കഴിഞ്ഞ LDCക്ക് പോലും അത്യാവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് നല്ല നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിലും പ്രതീക്ഷിക്കാം. നമ്മൾ ഇതേപോലെയുള്ള മെയിൻസ് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ ആണെങ്കിലും, അതായത് ഇത് ഇന്നത്തേൽ പറയാതെ വിട്ടുപോകുന്നതായിട്ടുള്ള സബ്ജക്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വരുന്ന സാറ്റർഡേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതേപോലെ ഇത് ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. UPSC ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അങ്ങനത്തെ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, which article of the Constitution explains that policies like reservation cannot be seen as a violation of the right to equality? അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ പറയുന്നത്, അതായത് റിസർവേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് ആ ഒരു പോളിസി എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ഒരു വയലേഷൻ ആകില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ ആർട്ടിക്കിൾ 16 ക്ലോസ് 2, 3, 4 ആൻഡ് നൺ ഓഫ് ദീസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതായത് റിസർവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആകില്ല, അല്ലെങ്കിൽ അതൊരു വയലേഷൻ ആകില്ല എന്ന് പ്രത്യേകം പറയുന്ന ആർട്ടിക്കിൾ 16 ക്ലോസ് 4 ആണ് കേട്ടോ. Next question, consider the following statements. H.P. Kamath suggested that the preamble should begin with the lines in the name of God. Second statement, the objective resolution presented by Jawaharlal Nehru was passed by the Constituent Assembly on 22nd January 1947. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്, നമുക്ക് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നോക്കി, H.P. Kamath suggested that the preamble should begin with the lines in the name of God. In the name of God എന്ന് തുടങ്ങണം പ്രിയാമ്പിളിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് H.P. Kamath ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് എന്താണ്, 22nd January 1947 ജവഹർലാൽ നെഹ്റു പ്രസന്റ് ചെയ്ത ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പാസ് ആക്കിയത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും എന്താണ്, ശരിയാണ്. അപ്പോൾ 1 and 2 കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ആർ ദ യൂസസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ്? അപ്പോൾ മാപ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാലോ. അത്യാവശ്യം നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് മാപ്സ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ യൂസസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഏതൊക്കെയാണ് ടോപ്പോഗ്രാഫിക് മാപ്സിൻ്റെത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അനാലിസിസ് ഓഫ് ദ ഫിസിക്കൽ ആൻഡ് ദ കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫസ്. ദെൻ ഫോർ അർബൻ പ്ലാനിംഗ്. മൂന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്റ്റഡിയിങ് ഓഫ് ദി നാച്ചുറൽ ആൻഡ് ദ കൾച്ചറൽ റിസോഴ്സസ് ഓഫ് എ റീജിയൻ ആസ് എ പാർട്ട് ഓഫ് ഇക്കണോമിക് പ്ലാനിംഗ്. ദെൻ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ഫോർ മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് മിലിറ്ററി മാപ്സ്. അപ്പോൾ ഈ പറഞ്ഞ നാലും എന്ത് തന്നെയാണ്, ടോപ്പോഗ്രാഫിക് മാപ്സിന്റെ യൂസസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ്, എർത്തിന്റെ സർഫസിലെ ആ ഒരു ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അതുപോലെ തന്നെ അർബൻ പ്ലാനിങ്ങിനും, അതുപോലെ തന്നെ എന്താണ് ഒരു നാച്ചുറൽ ആൻഡ് കൾച്ചറൽ റിസോഴ്സസ് ഓഫ് എ റീജിയൻ, ഒരു റീജിയന്റെ നാച്ചുറൽ ആൻഡ് കൾച്ചറൽ റിസോഴ്സസിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും എന്തിന്റെ ഭാഗമായിട്ട്, എക്കണോമിക് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിനും ഈ ടോപ്പോഗ്രാഫിക് മാപ്സ് സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മിലിറ്ററി ഓപ്പറേഷൻസിനും അതുപോലെ മിലിറ്ററി മാപ്സ് പ്രിപ്പയർ ചെയ്യാനും സഹായകമാകുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ചോദ്യം, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ഫ്ലോയിങ് റിഗാർഡിംഗ് നിവർത്തന അജിറ്റേഷൻ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. കേരള കേസരി ഈസ് നോൺ ആസ് ദ മൗത്ത് പീസ് ഓഫ് ദ നിവർത്തന അജിറ്റേഷൻ വിച്ച് ടുക്ക് പ്ലേസ് ഇൻ 1932. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 1932 നടന്ന ഈ പ്രക്ഷോഭത്തിന്റെ മുഖപത്രം കേരള കേസരി ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് ആക്ച്വലി ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, I.C. ചാക്കോ കോയിൻഡ് ദി ടേം നിവർത്തന. അതും ശരിയായിട്ടുള്ള ഒരു ഇതാണ്. ആ ഒരു ടേം കോയിൻ ചെയ്ത് I.C. ചാക്കോ ആണ്. ദെൻ C. കേശവൻ മെയ്ഡ് എ സ്പീച്ച് ഇൻ കോഴഞ്ചേരി ഇൻ 1932 റിഗാർഡിംഗ് ദ അജിറ്റേഷൻ. 1932 1935 അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ചോദിച്ചതുകൊണ്ട് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, 1 and 2 ആണ്. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് PRIs. PRIs എന്ന് ഷോർട്ട് ഫോം ആക്കി എഴുതിയതാണ്, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ LSJക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും എന്താണ് ഈ നമ്മൾ ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ് ഹെൽപ്ഫുൾ ആകും കേട്ടോ. അപ്പോൾ നോക്കി, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഓൾ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് എ ടെന്യൂർ ഓഫ് 5 years. അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ മെയിൻലി പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന്റെ 73rd Amendment ആക്ട്, ഇന്ത്യൻ പോളിറ്റിയുടെ ലക്ഷ്മികാന്തിന്റെ ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതിൽ ഡീറ്റെയിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ഇൻ കേരള ആർ ഫംഗ്ഷനിങ് അണ്ടർ ദ കേരള പഞ്ചായത്തി രാജ് ആൻഡ് മുനിസിപ്പൽ ആക്ട് 1994. അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിൽ ഈ പറയുന്ന പഞ്ചായത്തി രാജ് ആൻഡ് മുനിസിപ്പൽ ആക്ട് 1994 23rd April ശരിക്കും വന്നത്. അപ്പോൾ എനാക്ട്മെന്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ 1 ഉം 2 ഉം കറക്റ്റ് ആണ്. ദെൻ ദർ ആർ 941 ഗ്രാമപഞ്ചായത്സ് ആൻഡ് 152 ബ്ലോക്ക് പഞ്ചായത്സ് ഇൻ കേരള. അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കാൻ. 941 ഗ്രാമപഞ്ചായത്സും 152 ബ്ലോക്ക് പഞ്ചായത്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് ദീസ് ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 നവംബർ 1949? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അതായത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ആർട്ടിക്കിൾസിന്റെ നമ്പർ അല്ല തന്നിട്ടുള്ളത്, പകരം ഏതൊക്കെയാണ് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ് തന്നിരുന്നത്. അപ്പൊ അതേ ഫോർമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഏതാണ് 26 നവംബർ 1949 അതായത് വന്ന ആർട്ടിക്കിൾ, അതായത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 5, 8, 60 ഓൾ ഓഫ് ദീസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആക്ച്വലി വ്യക്തമായിട്ട് ഇന്ത്യൻ പോളിറ്റി നമ്മൾ വായിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഈ പറഞ്ഞ എല്ലാ ആർട്ടിക്കിൾസും, അതായത് 5, 8, 60 ഇതെല്ലാം തന്നെ 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ വരുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1, 2 and 3 ഇതെല്ലാം കെയിം ഇൻ ടു ഫോഴ്സ് ആണ്. ഈ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, വേറെയും കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഈ 26 നവംബർ 1949 വന്നിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6, 7, 9, 60 ഓൾറെഡി തന്നിട്ടുണ്ട്, 324, പിന്നെ 366, 367, 379, 380, 388, 391, 392 and 393. ഇത്രയും ആർട്ടിക്കിൾസ് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് തന്നെ എന്താണ് പ്രാബല്യത്തിൽ വരുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, കെയിം ഇൻ ടു ഫോഴ്സ്. ബാക്കിയെല്ലാം 1950 വരുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആർട്ടിക്കിൾസ് വെച്ച് തരാം, അല്ലെങ്കിൽ എന്താണ് സ്പെസിഫിക്കലി ചോദിക്കാം. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ആർട്ടിക്കിൾ 5 to 11 is already dealing with citizenship എന്നുള്ളത് പാർട്ട് 2 വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്? അപ്പോൾ ലിസ്റ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാലോ. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കി, ഫോറസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് ഫാക്ടറീസ്, ഇലക്ട്രിസിറ്റി, ഫിഷറീസ്, ഇൻഡസ്ട്രീസ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് കൺകറന്റിൽ ഉള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിലുള്ളത് ആൻസർ ആയിട്ട് വരുന്നത് 1, 2 and 3 ആണ്. ഓക്കെ, അതായത് ഫോറസ്റ്റ്, ഫാക്ടറീസ്, ഇലക്ട്രിസിറ്റി ഇതെല്ലാം തന്നെ ഏതിൽ വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. ബാക്കി ഫിഷറീസും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് 4 and 5 വരുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ചോദ്യം, ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഹാവ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ ദ ഇയർ 1950 ആസ്. എന്തായിട്ടാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ഇതിലായിട്ട്, അല്ലെങ്കിൽ എന്തായിട്ടാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ DPSP ആണോ, എക്സ്റ്റെന്റ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്. അപ്പോൾ നമ്മൾ മെയിൻലി DPSP പഠിക്കുമ്പോൾ പറയുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ആൻസർ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു, DPSP ആണ്. അപ്പോൾ ഇത് മുൻവർഷ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫ്ലോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് യൂണിയൻ ബഡ്ജറ്റ് ടു ദ പാർലമെന്റ്? പാർലമെന്റിന്റെ മുന്നിൽ യൂണിയൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ പ്രസന്റ് ചെയ്യുന്നതിന് ആരാണ് ഈ താഴെ തന്നിട്ടുള്ളതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആണോ, എക്കണോമിക് അഫയേഴ്സ് ആണോ, ഫിനാൻഷ്യൽ സർവീസസ് ആണോ, എക്സ്പെൻഡിച്ചർ ആണോ? അത് നമുക്ക് ഒരു ഐഡിയ വെച്ച് തന്നെ പറയാൻ പറ്റും അല്ലേ, ഏതാണ്? എക്കണോമിക് അഫയേഴ്സ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫ്ലോയിങ് റിഗാർഡിംഗ് PRIs ആർ കറക്റ്റ്? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് വീണ്ടും കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ദ 73rd Amendment Act added a new 11th schedule. അത് ശരിയാണ്. Then the 29 functional items of the panchayats are included in the Article 243H. അപ്പോൾ പഞ്ചായത്ത് സംബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ LSGക്ക് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ആർട്ടിക്കിൾ, അതായത് 29 ഫംഗ്ഷണൽ ഐറ്റംസ് ആണ് പഞ്ചായത്തിന് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അങ്ങനെയാണെങ്കിൽ അത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 243H അല്ല, പകരം ആർട്ടിക്കിൾ 243G ആണ്. ഓക്കെ, 243Gയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. Then the act added a new part 9 to the Constitution of India. അതും ശരിയായിട്ടുള്ളതാണ്. പാർട്ട് 9 ആണ് ആക്ച്വലി 73rd Amendment Act വഴി വന്നത്. 74th Amendment Act വഴി വന്നത് പാർട്ട് 9A ആണ്. ഓക്കെ, then the act has given a practical shape to Article 41 of the Constitution. അതായത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 41 അത് നടപ്പിലാക്കുന്ന രീതിയിൽ, അതായത് പ്രാക്ടിക്കലി അത് വരുന്ന രീതിയിലാണ് ഈ ഒരു ആക്ട് വരുന്നതിലൂടെ സംഭവിച്ചത്. അല്ലെങ്കിൽ ആ 41 പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആണോ? അല്ല. ആർട്ടിക്കിൾ 40, 41 ഒക്കെ വരുന്നത് ഏതിലാണ്? DPSP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ 41 അല്ല, 40 ആണ് ആർട്ടിക്കിൾ കേട്ടോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? 1ഉം അതുപോലെ തന്നെ 3യുമാണ്. ഓക്കെ, 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. 29 functional items of the panchayats are actually included in the article 243G. Okay, then the act
this act actually has given a practical shape to Article 40 of the Constitution. Okay, Article 40 ലാണ് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 40 പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ഇറ്റ്സ് ആക്ച്വലി എ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. ഓക്കെ, നമ്മൾ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിൽ DPSPയിലെ ഓരോ പറഞ്ഞിട്ടുള്ള പോയിന്റ്സിനെ ഡിവൈഡ് ചെയ്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ബ്രോഡ് കാറ്റഗറീസിൽ. അപ്പോൾ അതിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ് ഈ ആക്ച്വലി ആർട്ടിക്കിൾ 40 വരുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയയും കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 40 ഈസ് ആക്ച്വലി എന്താണ് ആ ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലുള്ളതാണ്. അതായത് ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്സ് ആൻഡ് എൻഡൗ ദം വിത്ത് നെസസറി പവേഴ്സ് the authority to enable them to function as units of self government. Okay, അതിന് വേണ്ടിയിട്ട്, അതായത് സെൽഫ് ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ, ആ ഒരു സെൽഫ് ഗവൺമെന്റിന്റെ യൂണിറ്റ് എന്നുള്ള രീതിയിൽ എന്താണ് വില്ലേജ് പഞ്ചായത്ത്സ് ഓർഗനൈസ് ചെയ്യണം, അവർക്ക് അവരുടേതായ പവേഴ്സ് അതോറിറ്റിയൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിൽ, അതായത് അങ്ങനെയുള്ള ഒരു വില്ലേജ് പഞ്ചായത്ത് ഓർഗനൈസ് ചെയ്യണം, ഫോം ചെയ്യണം എന്നുള്ള രീതിയിലുള്ളതാണ് ആർട്ടിക്കിൾ 40 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി കറക്റ്റ് പെയർ. ഓക്കെ, ദ പ്രിയാമ്പിൾ ഇസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ സോൾ ആണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞത് ആരാണ്? പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആണോ? ലെറ്റ്സ് സീ. ദെൻ പ്രിയാമ്പിൾ ഇസ് ദ കീനോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സർ അലാദി കൃഷ്ണസ്വാമി അയ്യർ. ദെൻ നെക്സ്റ്റ്, ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെസ്റ്റ് എക്സ്പീരിയൻസസ് വാട്ട് വി ഹാഡ് തോട്ട് ഓർ ഡ്രീംഡ് സോ ലോങ്. ഓക്കെ, അതായത് എത്രത്തോളം നമ്മൾ എന്താണ് ആഗ്രഹിച്ചത്, ആ ഒരു സ്വപ്നം കണ്ടതിനെയാണ് ആക്ച്വലി ആ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞത് സർ ഏണസ്റ്റ് ബേക്കർ ആണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ, അതായത് ഏണസ്റ്റ് ബേക്കർ ഒരു എന്താണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇന്ത്യക്കാരനായിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും നമ്മൾ സ്വപ്നം കണ്ട ആ ഒരു സംഭവമാണ് പ്രിയാമ്പിളിലൂടെ വന്നതെന്ന് പറയാൻ സാധ്യതയില്ല എന്നുള്ള ആ ഒരു ജസ്റ്റ് ഒരു, അപ്പോൾ നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും? 3 റോങ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? 3 റോങ് ആണ് എന്നുള്ളത് അറിയാമെങ്കിൽ തന്നെ 3 ഉള്ളതെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓൾ ഓഫ് ദീസ് ആർ കറക്റ്റ് എന്നുള്ളതും വരില്ല. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു 1 ഓൺലി ആണ്. ഓക്കെ, ദ പ്രിയാമ്പിൾ ഇസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവിയാണ്. അതുപോലെ തന്നെ പ്രിയാമ്പിൾ ഇസ് ദ കീനോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സർ ഏണസ്റ്റ് ബേക്കർ ആണ്. അതുപോലെ തന്നെ ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെസ്റ്റ് എക്സ്പീരിയൻസസ് വാട്ട് വി ഹാഡ് തോട്ട് ഓർ ഡ്രീംഡ് സോ ലോങ് എന്ന് പറയുന്നത് സർ അലാദി കൃഷ്ണസ്വാമി അയ്യർ. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് റോങ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാനാണ് റിഗാർഡിംഗ് ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ റോങ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ സോഴ്സ് ഓഫ് പവർ ടു ലെജിസ്ലേച്ചർ ആൻഡ് പ്രൊഹിബിഷൻ അപ്പോൺ ദ പവേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ. അതായത് നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ലെജിസ്ലേച്ചറിന് എന്താണ് ഒരു പവർ നൽകുന്ന ഒരു സോഴ്സ് ആണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ആമുഖം, ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എ പ്രൊഹിബിഷൻ അപ്പോൺ ദ പവേഴ്സ് ഓഫ് ലെജിസ്ലേച്ചേഴ്സിന്റെ പവേഴ്സിൽ ഒരു പ്രൊഹിബിഷനും കൂടിയാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആണോ? അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ. Obviously, preamble is non-justiciable ആണ്. ബട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ല. ഇറ്റ് ഇസ് നെയ്തർ എ സോഴ്സ് ഓഫ് പവർ ടു ലെജിസ്ലേച്ചർ നോർ എ പ്രൊഹിബിഷൻ അപ്പോൺ ദ പവേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ. ഓക്കെ, അതൊരിക്കലും ഒരു ലെജിസ്ലേച്ചറിന് പവർ കൊടുക്കാനുള്ള ഒരു സോഴ്സും അല്ല, അതുപോലെ തന്നെ എന്താണ് ആ ഒരു പവറിനുള്ള ആ ഒരു ലെജിസ്ലേച്ചറിനുള്ള പവേഴ്സിനുള്ള പ്രൊഹിബിഷനും അല്ല എന്നുള്ളതാണ് ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. 1 ഓൺലി ആണ്. ഓക്കെ, പിന്നെ നമ്മൾ 12 ക്വസ്റ്റ്യൻസ് കണ്ടു. അതിൽ കൂടുതലും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കണ്ടത് അല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. എസ്പെഷ്യലി LSGയുടെ ഇതിന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോർഷൻ നമുക്ക് മെയിൻസ്, അതായത് സെക്കൻഡ് പേപ്പറിലും വരുന്നുണ്ട് അല്ലേ? അത് 15 മാർക്സോളം വരുന്നുണ്ട് ഇന്ത്യൻ പോളിറ്റി. അപ്പോൾ ആ ഒരു മേഖലയിലും ഇത് നല്ലോണം വരാം. അതുപോലെ തന്നെ ഫസ്റ്റ് പേപ്പറിലാണെങ്കിലും വരാം. ഇനിയിപ്പോൾ കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ ആ ഒരു ഇതിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കേരള ഗവേണൻസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഓരോ യോജനകളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഓരോന്ന് സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ സാറ്റർഡേ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.